ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാറോ. എല്ലാവരും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ ഇവിടെ ഷഫിൾ ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഇതായിപ്പോയി. അത് ക്യാപ്ചർ പകുതി ആകുമ്പോഴത്തേക്ക് നിന്ന് പോയി. അപ്പോൾ ഫോണിൻ്റെ സ്പേസിന് പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ കാർഡ് വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയാം, ഇതാരുടെയും പേഴ്സണൽ റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്. ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. അതുപോലെ തന്നെ റെസനേറ്റ് ചെയ്യുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ ഇത് വിട്ടുകളയുക. കളക്റ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്. വന്നിരിക്കുന്ന കാർഡുകൾ നമുക്ക് നോക്കാം. 4 ഓഫ് സോർഡ്സ്, ജസ്റ്റിസ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് വാണ്ട്സ്, മൂൺ കാർഡ്, 6 ഓഫ് സോർഡ്സ് ആൻഡ് 5 ഓഫ് സോർഡ്സ് ആണ് ബോട്ടം ഡെക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ഓഫ് സോർഡ്സ് എന്താണ് പറയുന്നത് വെച്ചാൽ, നിങ്ങളോട് റെസ്റ്റ് ചെയ്യുവാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഗൈഡൻസ് ആണ്. അപ്പോൾ റെസ്റ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യാൻ വേണ്ടി പറയുന്നു. അതുപോലെ വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമോഷണലി ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാനും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അത് കാർമികമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന വ്യക്തികളാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളെ ഒരു ലെസൺ പഠിപ്പിക്കാൻ വന്നിട്ടുള്ള ഒരു റിലേഷൻ ആയിരിക്കാം ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം പെയിൻഫുള്ളായിരിക്കും. അത് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ സറണ്ടർ ചെയ്തുകൊണ്ട് റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ചിലർക്കൊക്കെ ഒരു ബാക്ക് പെയിനൊക്കെ ആയിട്ട് ഇന്ന് റെസ്റ്റ് ചെയ്യുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സർജറി കഴിഞ്ഞ വ്യക്തികളൊക്കെ റെസ്റ്റ് എടുക്കുന്നതായിരിക്കാം. നിങ്ങൾ എന്തായാലും ഒരു റെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറച്ച് പേർക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ വളരെയധികം നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുന്നവർ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾക്ക് വളരെയധികം സമാധാനം, ബ്രീത്തിങ് എക്സസൈസൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമാധാനം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം റിലാക്സേഷൻ നിങ്ങൾക്ക് തരും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്യാം. ഓക്കെ, 4 ഓഫ് സോഴ്സിൻ്റെ എനർജി ഇതാണ് പറയുന്നത്. അടുത്തത് ജസ്റ്റിസ് കാർഡാണ്. നിങ്ങൾക്കിന്നൊരു ജസ്റ്റിസ് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് എല്ലാം കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നു. നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള സ്ഥാനം നിങ്ങളിലേക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ വർക്ക് പ്ലേസിലായാലും ബന്ധങ്ങളിലായാലും നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നു. നിങ്ങൾ വളരെയധികം ബാലൻസ്ഡ് ആവുന്നുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു എല്ലാ മേഖലയിലും. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് പരിഗണന കൊടുത്തുകൊണ്ട് നിങ്ങൾ അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള പരിഗണന ലഭിക്കുന്നതായിട്ടും നിങ്ങൾക്ക് കുറേ കാലമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ഒരു ജസ്റ്റിസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പ് ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ്, നിങ്ങളൊരു കാര്യം ഇന്ന് അറിയാനുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് വിഷമകരമായിട്ടുള്ള പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള വ്യക്തികൾക്ക് അതിനുള്ള ഒരു നീതി ലഭിക്കുന്നു എന്നുള്ളതും ആണ്. ഒരു ജസ്റ്റിസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ ജസ്റ്റിസ് കാർഡ് കാണിക്കുന്നത്. ഓക്കെ, അടുത്തത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പിന്നെ ഇവിടെ നിങ്ങളുടെ ഹെൽത്തൊക്കെ വളരെയധികം മെയിൻറ്റൈൻഡ് ആയിട്ട് പോകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അതായത് കുറേ കാലം നിങ്ങൾക്ക് വളരെയധികം ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നും മാറി ഒരു ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വളരെയധികം ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്നതും ആയിട്ട് കാണിക്കുന്നുണ്ട് ജസ്റ്റിസ്. എല്ലാത്തിലും ഒരു ബാലൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഇവിടെ പറയുന്നത് നിങ്ങളിലേക്ക് ഒരു അബണ്ടൻസ് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അതാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നു. ഓക്കെ, അതുപോലെ ലോങ് ടേം ആയിട്ടുള്ള ഈ ഒരു അബണ്ടൻസ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു അവസരമായിട്ടാണ് വരുന്നത്. ആ ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുതരാൻ വേണ്ടിയിട്ട് വരുന്നതായിട്ടുള്ളൊരു അവസരമായിട്ടാണ് ഇവിടെ
കാണുന്നത്. അത് ഭാവിയിലേക്ക് നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനുള്ള ഒരു ചാൻസാണ്. അതിനുള്ള ഒരു വിത്ത് നിങ്ങൾക്ക് ഇടാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നു. ആ ഒരു വിത്ത് നിങ്ങൾ ഇന്ന് ഇടുന്നു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ജേണിയിൽ, അല്ലെങ്കിൽ ആ മുന്നോട്ടേക്കുള്ള ജേണിയിൽ, ഈ ഒരു അവസരം വന്നിട്ട് പിന്നീടുള്ള ജേണിയിൽ നിങ്ങൾക്ക് വളരെയധികം സ്ട്രഗിളിങ്ങും അതുപോലെ തന്നെ പല ഘട്ടങ്ങളും കടന്നു പോകേണ്ടതായിട്ടുണ്ടാവും. എങ്കിലും നിങ്ങളിലേക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുതരുന്ന ഒരു അവസരമാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പലർക്കും ഇന്നൊരു ജോലി അവസരമൊക്കെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരവസരം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ പറയുന്നത്. അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതും ആണ്. അത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് 9 ഓഫ് വാൻഡ്സ് ആണ്. ഇവിടെ അതായത് ഈ ഒരു വ്യക്തിയെ കാണാം, വിൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത്, എങ്കിലും എപ്പോഴും ചുറ്റിലും എന്താണ് കണ്ണുണ്ട്. അതായത് എപ്പോഴാണ് ആരെങ്കിലും കടന്നു വരുന്നത് എന്നുള്ളത് വാച്ച് ചെയ്യാനായിട്ടുള്ള വളരെയധികം കെയർഫുള്ളായിട്ടാണ് ചുറ്റുപാടുകളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളും ഒരു വിജയിയാണ്. നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ വിജയിച്ചിട്ടാണ് ഉള്ളതെങ്കിലും നിങ്ങൾക്ക് എന്താണ് ചുറ്റിൽ നിന്നുള്ള ആ ഒരു പ്രശ്നങ്ങളെ നിങ്ങൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും അത് ഏത് സമയം വരാം എന്നുള്ള രീതിയിൽ ഒരു ജാഗ്രതയോടുകൂടി ഇരിക്കുന്നതായിട്ടാണ് നിങ്ങളെ ഇന്ന് കാണുന്നത്. നിങ്ങളുടെ ഇന്നത്തെ ആ ഒരു എനർജി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതായത് ഏത് നിമിഷവും ഒരു പ്രശ്നം വന്നേക്കാം, പക്ഷേ ഞാനതിൽ വിജയിക്കുക തന്നെ ചെയ്യും, കാരണം ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് ഇന്ന് കാണുന്നു. നിങ്ങൾക്ക് ക്ഷീണമൊക്കെ തോന്നുന്നുണ്ടാവും ഇന്ന്, പക്ഷേ എങ്കിലും നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ത് പ്രതികൂല സാഹചര്യം വന്നു കഴിഞ്ഞാലും നിങ്ങളതിനെ ഓവർകം ചെയ്യും. അതുപോലെ തന്നെ വളരെയധികം ഫോക്കസ്ഡ് ആണ്. എപ്പോൾ വേണമെങ്കിലും ഒരു പ്രശ്നം വരാം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് ഇന്ന് കാണുന്നു. നിങ്ങളുടെ ജോലി രംഗത്തൊക്കെ വളരെയധികം ഫോക്കസ്ഡ് ആണ് എന്നാണ് ഇവിടെ 9 ഓഫ് വാൻഡ്സ് പറയുന്നത്. അടുത്തത് മൂൺ കാർഡാണ്. മൂൺ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ഭയം, തടസ്സം, അല്ലെങ്കിൽ എന്താണ് വളരെയധികം ഉൾവലിഞ്ഞിട്ടുള്ള ചിന്ത, പിന്നെ എന്താണ് തെറ്റിദ്ധാരണകൾ, അതായത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരുപാട് കോൺഫ്ലിക്ട്സിൽ നിങ്ങളിവിടെ മുങ്ങിത്താടുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, വളരെയധികം കോൺഫ്ലിക്റ്റഡ് ആയിട്ട് കാണുന്നു. മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്കില്ലാത്തതായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം സ്ട്രഗിളായിട്ടും ഉള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഒരു വ്യക്തത നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവില്ല. ഒരു ആത്മവിശ്വാസക്കുറവ്, എന്ത് കാര്യത്തിലായാലും ഒരു ആത്മവിശ്വാസക്കുറവ്, പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു കാരണം നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ടാവില്ല. വളരെയധികം മൂഡിയായിട്ട് ടെൻസ്ഡായിട്ട് എന്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ഒരു മനസ്സിലാവാതെ ഒരു മിഥ്യാബോധത്തിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളിലെ ഒരു സൈക്കിള് അത് നിങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്, റിമൂവ് ആക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനെ നിങ്ങൾ ഓവർകം ചെയ്യുക. ഈ പ്രശ്നങ്ങൾ നിങ്ങൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് നിങ്ങളിലേക്ക് പുതിയൊരു എനർജിയാണ്. നിങ്ങൾ ഹീലാവാൻ വേണ്ടി പോകുന്നതിന് തൊട്ട് മുമ്പെയുള്ള സ്ട്രഗിളാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഹീലാവാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളിൽ നിന്ന് ആ പ്രശ്നങ്ങളൊക്കെ മാറി പുതിയൊരു എനർജിയിൽ നിങ്ങൾ വരാൻ വേണ്ടി പോകുന്നതാണ്. അതിനു മുമ്പുള്ള ആ ഒരു എന്താണ് ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് റിമൂവ് ആവുന്നതിനുള്ള ആ ഒരു സമയമാണ്. മെൻ്റലി നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള ആ ഒരു ലാസ്റ്റ് പടിയാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്ട്രഗിളിനെ നിങ്ങൾ ഓവർകം ചെയ്യുക. കാരണം മിക്കവാറും നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ ക്ലിയർഡായിട്ട് കുറേ കാലമായിട്ട് നിങ്ങളുടെ ഒരു വ്യക്തതയില്ലാത്ത കാര്യങ്ങളൊക്കെ പിന്നീട് വ്യക്തമായിട്ട് വരുന്നതായിട്ടും നിങ്ങൾ അത് മനസ്സിലാക്കുന്നതായിട്ടുള്ള സ്റ്റേജും കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ വളരെയധികം വിഷമങ്ങളൊക്കെ തോന്നിയേക്കാം, എങ്കിലും നിങ്ങൾ അതിലൊരു ക്ലാരിറ്റി നേടുന്നു എന്നുള്ളതാണ് മൂൺ കാർഡ് പറയുന്നുണ്ട്. ആ ഒരു പ്രശ്നങ്ങൾ, അതായത് നിങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാവില്ല, അത് തന്നെ ആയിരിക്കുമോ, പക്ഷേ എങ്കിലും നിങ്ങളത് മനസ്സിലാക്കാനുള്ള ആ ഒരു ബോധത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്നാണ് മൂൺ കാർഡ് പറയുന്നത്. അടുത്തത് 6 ഓഫ് സോർഡ്സ് ആണ്. 6 ഓഫ് സോർഡ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇതൊരു
യാത്രയുടെ കാർഡാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് നാളായിട്ട് നിങ്ങൾക്ക് വളരെയധികം സ്ട്രഗിൾസ് ഉണ്ടാവാം. അതിൽ നിന്നൊക്കെ നിങ്ങൾ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഒരു ശാന്തമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നു. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ടാവും, വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും, ഒക്കെ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടേതല്ലാത്ത കുറ്റങ്ങൾ കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടി വന്നിട്ട് ഒക്കെ ഉണ്ടാവാം. അതൊക്കെ വിട്ടുമാറി നിങ്ങൾ മൂവ്മെൻറ്റിലേക്കാണ്. പലർക്കും ചിലർക്കൊക്കെ ഇതൊരു ട്രാവലിങ്ങിൻ്റെ കാർഡാണ്. ഒരു യാത്ര വരുന്നു, കടൽ കടന്നുള്ള ഒരു യാത്ര വരുന്നു എന്നതൊക്കെയാണ് ഈ ഒരു 6 ഓഫ് സോർഡ്സിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, ഇവിടെ അതായത് നിങ്ങൾക്ക് ടോട്ടലി ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അതായത് നിങ്ങളിലേക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു ജോലിയിൽ നിന്നും നിങ്ങൾ മാറിപ്പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് വിട്ടുപോകുന്നു, അത് നിങ്ങളിൽ നിന്ന് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിലായാലും ഇഷ്ടമല്ലാത്ത തൊഴിലിൽ നിന്നായാലും അതൊക്കെ നിങ്ങൾ മാറി, ആ ഒരു എനർജിയിൽ നിന്ന് മാറി പുതിയൊരു രീതിയിലേക്ക് നിങ്ങൾ വരുന്നു. അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി പുതിയൊരു രീതിയിലേക്ക് നിങ്ങളിലേക്ക് വരുന്നു എന്നതാണ് ഈ ഒരു 6 ഓഫ് സോർഡ്സിൻ്റെ എനർജി ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ എന്തായിരുന്നു പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇതാണ് 6 ഓഫ് സോർഡ്സ് പറയുന്നത്. അടുത്തത് ബോട്ടം ഡെക്ക് വരുന്നത് 5 ഓഫ് സോർഡ്സ് ആണ്. 5 ഓഫ് സോർഡ്സ് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചീറ്റിങ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു തോൽവി, ഒരു ഡിഫീറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ന് ഓവറോളായിട്ട് വന്നിരിക്കുന്നത്. അതിനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അതായത് എന്ത് വില കൊടുത്തും സ്വന്തം കാര്യങ്ങൾ നേടാനായിട്ട് ഉള്ള ഒരു എനർജി ഉണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന വ്യക്തികളിലായിരിക്കാം. എന്തായാലും നിങ്ങളുടെ ജോലിസ്ഥലത്ത് എന്നൊരു സംഘർഷഭരിതമായിട്ടുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിൽ നിന്നും മാറി നിൽക്കുക എന്നാണ് പറയാനുള്ളത്. ഓക്കെ, എന്ത് വില കൊടുത്തും അവർ വിജയിക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ വളരെയധികം കെയർഫുള്ളായിരിക്കുക. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെയധികം കെയർഫുള്ളായിട്ട് മാത്രം പെരുമാറുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധാപൂർവം നിങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക, കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. വേറെ എന്താണ്? നിങ്ങളെ പറ്റിക്കപ്പെട്ട വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നതോ, നിങ്ങളാൽ പറ്റിക്കപ്പെട്ട വ്യക്തികളോ, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ച വ്യക്തികളോ, കൺഫ്യൂഷനായി പോയിട്ടോ, നിങ്ങളാൽ പറ്റിക്കപ്പെട്ട വ്യക്തികളോ നിങ്ങൾ പറ്റിച്ച വ്യക്തികളോ നിങ്ങളിലേക്ക് വരുന്നതുമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളാൽ എന്തെങ്കിലും പ്രശ്നം അനുഭവിച്ചവരോ നിങ്ങളെ പ്രശ്നത്തിലാക്കിയവരോ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന എനർജിയും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് വരുന്നതായിരിക്കാം, മേ ബി ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ കാരണം ഒരാൾ കരയേണ്ടതായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ കരയേണ്ടതായിട്ടും വന്നേക്കാം. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ജോലിസ്ഥലത്ത്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് നിങ്ങൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ ഓവർകം ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ശ്രദ്ധിക്കാനുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെയധികം കെയർഫുൾ ആവേണ്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് നീങ്ങുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുക ഡെയിലി. അതുപോലെ തന്നെ ഐ ആം ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് എന്ന് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഐ ആം ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് എന്ന് പറയുക. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക. ഐ ആം ഡിവൈൻലി പ്രൊട്ടക്റ്റഡ്, അല്ലെങ്കിൽ എല്ലാ രീതിയിലും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. പിന്നെ
എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ എന്താണ് യൂണിവേഴ്സിൽ മായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് രാവിലെ ഒന്ന് നടക്കുക, ബോഡി ഒന്ന് മൂവ് ആക്കുക. കാരണം ചെറിയ 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 ഒരു പാട്ടൊക്കെ വെച്ചൊന്ന് 2 സ്റ്റെപ്പ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഇവിടെയും ഒരു ഡിപ്രഷൻ സ്റ്റേറ്റൊക്കെ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് മൂവ് ചെയ്യുക. മൂവ്മെൻറ്റ് എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങും തോട്ട്സും ഒക്കെ കൊണ്ടുതരും. മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് നമ്മളെ മാറി നിൽക്കാൻ സഹായിക്കും. അനങ്ങാതിരിക്കുന്ന വ്യക്തികളാണ് ഒട്ടുമിക്കവാറും നെഗറ്റീവ് തിങ്കിങ്ങുകളൊക്കെ വന്ന് ഡിപ്രഷനിലും മറ്റും ആകുന്നത്. അതുകൊണ്ട് ബോഡിക്ക് എപ്പോഴും ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ പാട്ടുകളൊക്കെ കേട്ട് നല്ലൊരു ചെറിയ ചെറിയൊരു മൂവ്മെൻറ്റുകളൊക്കെ ബോഡിക്ക് കൊടുക്കുക. അതുപോലെ തന്നെ വെറുതെ ആലോചിച്ചിരിക്കാതെ എന്തെങ്കിലും കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുക എന്നുള്ളതാണ്. നടക്കാനൊക്കെ പോവുക, ചെറിയൊരു നടത്തമൊക്കെ നല്ലതാണ് യൂണിവേഴ്സിലൂടെ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്ലാന്റ് നട്ടുപിടിപ്പിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. മെഡിറ്റേഷൻ വളരെ നല്ലതാണ്. മെഡിറ്റേറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെ ചെയ്യുക, നിങ്ങൾക്ക് നല്ലതാണ് വരിക. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്. എന്താണ് ഏഞ്ചൽസ് എന്ന് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം. ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത്? യെസ്, മെഡിറ്റേഷൻ ബ്രിങ്സ് ദി ആൻസർ എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കുള്ള ഉത്തരം മെഡിറ്റേഷൻ കൊണ്ടുതരും. അപ്പോൾ എന്ത് ചെയ്യുക? നന്നായി മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേഷന് വെറുതെ ഒന്ന് അവനവനിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നാലും മതി. എനിക്ക് മെഡിറ്റേഷൻ അറിയില്ല എന്ന് പറയുന്നവരോട് ഒന്ന് അനങ്ങാതെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഉള്ളിലാണ് ആ ദൈവചൈതന്യം ഉള്ളത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഉൾവിളി എന്താണെന്ന് നമുക്ക് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം സംഭവിക്കുമ്പോൾ നേരത്തെ ഒരു ഉള്ളിൽ നിന്നൊരു വിളി ഉണ്ടാവില്ലേ, ഇത് ചെയ്യണ്ട അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകണ്ട. അത് തന്നെയാണ്. അത് മെഡിറ്റേഷനിലൂടെ കുറച്ചുകൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ വ്യക്തമായി മനസ്സിലാകും എന്നുള്ളതാണ്. അടുത്ത എന്താണെന്ന് നോക്കാം. ഇംപ്രൂവിങ് ഹെൽത്ത്. ഓക്കെ, ഇവിടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഹെൽത്ത് ഒന്ന് കെയർ ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും പറയുന്നുണ്ട്. സക്സസ്. യെസ്, ഇവിടെ ഒരു സക്സസ് ആണ് പറയുന്നത്. ഇതും സക്സസ് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. ഇത് നിങ്ങളിലേക്കൊരു സക്സസ് വരുന്നു. ഇവിടെയും നിങ്ങൾ ആ ഒരു പഴയതായിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങൾ പുതിയതിലേക്ക് വരുന്നത്. ഒരു സക്സസ് തന്നെയാണല്ലേ ഒരു തരത്തിൽ. അപ്പോൾ സക്സസ് നിങ്ങളിലേക്ക് തേടി വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. ഹെൽത്ത് എന്നൊക്കെ ആയിരുന്നു എന്താണെന്നറിയില്ല, കുറേ സാരം സംസാരിച്ചുകൊണ്ടായിരിക്കാം. ഹെൽത്ത് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിറ്റേഷൻ നിങ്ങൾക്ക് നല്ലൊരു ആൻസർ തരുന്നുണ്ട്. അതുപോലെ ടേക്ക് ആക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ബോട്ടം ഡെക്ക് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. ഇവിടെ മൂടിയായിട്ടിരിക്കുന്ന വ്യക്തികളൊക്കെ കാണാം. അപ്പോൾ എന്താണ്, ആക്ഷൻ എടുക്കുക എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് ഗൈഡൻസും അതുപോലെ തന്നെ ടാരോയ്ക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ വളരെയധികം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലാണ് കൂടുതലായിട്ടും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത്. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവർക്കും വളരെയധികം നന്ദി. സബ്സ്ക്രൈബേഴ്സിന് നന്ദി, നിങ്ങളുടെ ലൈക്കിന് നന്ദി, അതുപോലെ തന്നെ എല്ലാ വ്യൂവേഴ്സിനും നന്ദി. അടുത്ത വീഡിയോയുമായി കാണാം. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് സംഭവിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ എന്താണ് കഴിയുകയാണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.